ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ്സുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അനാലിസിസ് അല്ലെങ്കിൽ വിശകലനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെ സോട്ട് അനാലിസിസ് എന്ന് പറയും, SWOT എന്ന് പറയും. ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്, O എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറഞ്ഞാൽ ത്രെറ്റ്സ്. സോട്ട് അനാലിസിസ് ആണ് പറയുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള ബിസിനസ് എൻ്റർപ്രൈസിലൊക്കെ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഉള്ളൊരു അനാലിസിസാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ത്രെറ്റ്സ് എന്ന് പറയും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സാണ് അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയാസാണ്. നമുക്ക് ശക്തിയുള്ള അല്ലെങ്കിൽ നമുക്ക് ബലമുള്ള ഏരിയാസാണ്. വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൗർബല്യങ്ങൾ, വീക്കായിട്ടുള്ള ഏരിയാസ്, നമുക്ക് അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇമ്പ്രൂവ്ഡ് അല്ലാത്ത ചില ഏരിയാസാണ് നമുക്ക്. ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ നമ്മുടെ അവസരങ്ങളാണ്. ത്രെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഒരു ബിസിനസ് യൂണിറ്റ് നേരിടുന്ന ഭീഷണിയാണ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ടും 4 ഏരിയാസാണ്: സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പോൾ ഈ 4 ഏരിയാസും ഏതൊരു ബിസിനസ്സിനും ഉണ്ടാകും എന്നുള്ളതിനകത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടൊരു സ്ട്രോങ് ഏരിയ ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും. ആ സ്ട്രോങ് ഏരിയാസ് എന്തും ആകാം. അത് അവരുടെ ബ്രാൻഡാകാം, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി ആകാം, അവരുടെ ഓർഗനൈസേഷണൽ സിസ്റ്റത്തിൻ്റെ മികവാകാം, അവരുടെ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ആകാം, അവരുടെ മാർക്കറ്റിൽ അവരുടെ ഡോമിനൻസ് ആകാം. അപ്പോൾ എന്തും ആകാം. അത് ഓരോ ബിസിനസ്സിനെയും സംബന്ധിച്ച് അത് വ്യത്യസ്തമായിരിക്കും. ഓരോ ബിസിനസ്സിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ക്ലാസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രോങ് ഏരിയാസ് ഉണ്ട്. അപ്പം സ്ട്രെങ്ത് ഉള്ള പോലെ തന്നെ തീർച്ചയായിട്ടും വീക്ക് ഏരിയാസും ഉണ്ടായിരിക്കും. അത് ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. അവർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നിലവിലുള്ള ചില അവസരങ്ങൾ, അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അവസരങ്ങളുണ്ടാകാം, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസരങ്ങളും ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ചും വളരെ വ്യത്യസ്തമായിരിക്കാം. ത്രെറ്റ്സാണ് അവസാനത്തെ SWOT-ലെ SWOT 4-മത്തെ ത്രെട്ട് എന്ന് പറയും. ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ഭീഷണികളുണ്ട്. അപ്പോൾ അതും ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെറ്റ്സുമാണ്. ഭാവിയിൽ പെട്ടെന്ന് ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോങ് ടേമിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ്സ്. അതിൽ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ഇനി നമുക്ക് വരും കാലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ സ്ട്രെങ്ത് തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സിൻ്റെയും സ്ട്രോങ് ഏരിയാസ് തന്നെയാണ്. അപ്പോൾ അത് ഓരോ ബിസിനസ്സിനെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. വീക്ക്നെസ്സും ഓരോ ബിസിനസ്സിനും അവരുടേതായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ടാകാം, വീക്ക് ഏരിയാസ് ഉണ്ടാകാം, വീക്ക് സ്പോട്ട്സ് ഉണ്ടാകാം. ആ വീക്ക് സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് ടു ബിസിനസ് വേരി ചെയ്തിട്ടിരിക്കും. കാരണം എല്ലാവർക്കും സെയിം അല്ല. കാരണം ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ പല സെക്ടറിലുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിലും, എല്ലാവരുടെയും വീക്ക് ഏരിയാസ് അല്ലെങ്കിൽ വീക്ക് സ്പോട്ട്സ്, അതുപോലെ സ്ട്രോങ് ഏരിയാസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. അതെല്ലാം ക്വയറ്റ് എന്താണ് പറയുന്നത്, സ്പെസിഫിക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഓരോ ബിസിനസ് ഫേമും നേരിടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ, അതുപോലെ ഇനി അവർക്ക് ഉണ്ടാകാൻ പോകുന്ന അവസരങ്ങൾ, അതെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ത്രെറ്റ്സ്, ഓരോ ബിസിനസ്സും എല്ലാ ബിസിനസ്സും ജനറലായിട്ടുള്ള ത്രെട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇക്കണോമിക് റിസഷൻ എന്നുള്ളൊരു ത്രെട്ടാണ്, മനസ്സിലായില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ മാറ്റങ്ങൾ, അതിനൊരു സാധ്യതയുണ്ടെങ്കിൽ അതൊരു ജനറലായിട്ടുള്ള ത്രെട്ടാകാം. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സേഷൻ റേറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ലെജിസ്ലേഷനിലുണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ബാങ്കിങ് പോളിസീസിലുണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ.
അപ്പോൾ അതൊക്കെ ജനറലായിട്ടുള്ള ത്രെഡ്സാണ്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ത്രെഡ്സും ഉണ്ടാകും. അപ്പോൾ ഈ 4 കാര്യങ്ങളും എല്ലാ ബിസിനസ്സും അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് അല്ലെ, നേച്ചർ ആൻഡ് സൈസ്, അവരുടെ ബിസിനസ്സിൻ്റെ നേച്ചർ ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ അതുപോലെ തന്നെ അവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്, ഏറ്റവും ചെറുതായിട്ടുള്ള, പിന്നെ സ്മോൾ എൻ്റർപ്രൈസസ്, മീഡിയം എൻ്റർപ്രൈസസ്, SMEs എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, പിന്നെ ബിഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാം സൈസ് സൈസും നേച്ചറും പിന്നെ കണക്കിലെടുക്കാൻ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, അത് നമ്മൾ പിന്നെ അതിനും അപ്പുറത്ത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ 4 പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാതായനങ്ങൾ അല്ലെങ്കിൽ ഡോസ് ഉണ്ട്, മനസ്സിലായിട്ട്. അത് സ്ട്രെങ്ത് ഉണ്ട്, എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബിസിനസ്സും ഇത് ശരിക്കും പറഞ്ഞാൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇരിക്കുക എന്നുള്ളത് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നൊരു അനാലിസിസാണ്, സോട്ട് അനാലിസിസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സൈസും അല്ലെങ്കിൽ നേച്ചറും അനുസരിച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ഏത് ബിസിനസ്സും ഈ പറഞ്ഞ 4 ഏരിയാസും അവർ കൃത്യമായി അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി, ഇപ്പം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് സ്ട്രോങ് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെ ഫർദർ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വൈഡ് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലോക്കൽ മാർക്കറ്റാണ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നൊരു ബിസിനസ് യൂണിറ്റിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ കേരളത്തിലേ ഉള്ളൂ. അപ്പം കേരളത്തിലെ മാർക്കറ്റിലെ നമ്പർ 1 ആണ്, അത് അവരുടെ സ്ട്രോങ് പോയിൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ട്രോങ് ഏരിയയെ അവർക്ക് ഫർദർ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. കാരണം കേരളത്തിൽ നിന്നും മറ്റ് പിന്നെ സ്റ്റേറ്റിലേക്ക്, തമിഴ്നാട് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് മാർക്കറ്റിനെ അവർക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രെങ്തിനെ അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയ അവർക്ക് ഫർദർ സ്ട്രെങ്തൻ ചെയ്യാം. പിന്നെ വീക്ക്നെസ്, അതുപോലെ തന്നെ വീക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ വീക്ക് ഏരിയാസ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു റെസ്പോൺസിബിലിറ്റിയാണ് ബിസിനസ് മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഈ എൻ്റർപ്രനേഴ്സിനെ സംബന്ധിച്ച്, ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ മെഷർ ചെയ്യുക എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതിനെ സഹായിക്കുന്നുണ്ട്. വാട്ട് ഈസ് മെഷേർഡ് ക്യാൻ ബി കൺട്രോൾഡ് ഇല്ലേ, അല്ലെങ്കിൽ വാട്ട് ഈസ് നോട്ട് മെഷേർഡ് കനോട്ട് ബി കൺട്രോൾഡ്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യങ്ങളും, നമുക്കൊരു കാര്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നു, അതെന്തുകൊണ്ടാണ്? അത് മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലാണോ കുറവാണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനകത്തുള്ള മെഷർമെൻറ്റ് അനുസരിച്ചാണ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ നമ്മൾ ഓടിക്കുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ അതിന് സ്പീഡോമീറ്റർ ഉണ്ട്. ആ സ്പീഡോമീറ്ററിൽ അതിൻ്റെ സ്പീഡ് കാണിക്കുമ്പോൾ നമുക്ക് ആ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതെല്ലാം ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നതാണ്. നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത മേഖലകളിൽ നമുക്ക് ഈ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് അതൊക്കെ. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ട്രെങ്ത് ആയാലും വീക്ക്നെസ് ആയാലും ഓപ്പർച്യൂണിറ്റീസ് ആയാലും ത്രെഡ്സ് ആയാലും നമ്മളിതിനെ മെഷർ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത് തീർച്ചയായിട്ടും തിരിച്ചറിയുക, ഉള്ള എക്സിസ്റ്റിംഗ് സ്ട്രെങ്തിനെ നമ്മൾ ഫർദറായിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യുക. വീക്ക്നെസ്സസിനെ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ള ഏതിനേക്കാളിലും മുൻപേ തന്നെ വീക്ക്നെസ്സിനെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ വീക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ വീക്ക് ഏരിയാസിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിനെ ടേൺ ഔട്ട് ഇൻ ടു ബി സ്ട്രെങ്സ്, നമ്മുടെ വീക്ക് ഏരിയ ദൗർബല്യങ്ങളെ നമ്മൾ ഒരു ശക്തിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റർപ്രനേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾ മെഷർ ചെയ്യുകയും അല്ലെങ്കിൽ അനലൈസ് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിനെ ബെറ്ററായിട്ടുള്ള ബിസിനസ് ഡിസിഷൻസിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളത് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബിസിനസ് മാനേജേഴ്സ്, ദോസ് ഹു മാനേജ് ദ ബിസിനസ്, ദ എൻ്റർപ്രനേഴ്സ്, ദ സോ കോൾഡ് ബിസിനസ് ഓണേഴ്സ്. പിന്നുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം വീക്ക്നെസ് നമുക്കറിയാം, ഇപ്പോൾ പല തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ട്. കാരണം
ഇൻറ്റേർണലായിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി വീക്ക്നെസ് ഉണ്ടാകും. നമ്മുടെ സിസ്റ്റംസ് സ്ട്രോങ് ആയിരിക്കത്തില്ല, നമ്മുടെ എംപ്ലോയീസ് വെൽ ട്രെയിൻഡ് ആയിരിക്കത്തില്ല, എംപ്ലോയീസ് വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കത്തില്ല, പിന്നെ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ സ്കിൽഡായിട്ടുള്ള എംപ്ലോയീസ് നമുക്കുണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഈ യൂസ് വളരെ കുറവായിരിക്കാം. പിന്നെ എഫിഷ്യൻ്റായിട്ടുള്ള വർക്കേഴ്സ് കുറവായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം വളരെ കുറവായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീക്ക്നെസ്സാണ്. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നമുക്ക് വിറ്റഴിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റിംഗ് പൂറായിരിക്കാം, വീക്കായിരിക്കാം, അഡ്വർടൈസ്മെൻറ്റ് പൂറായിരിക്കാം, വീക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് PR പൂറായിരിക്കാം, വീക്കായിരിക്കാം. അപ്പോൾ ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും അവർക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്മോൾ മീഡിയം എൻ്റർപ്രൈസിന് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു അനാലിസിസാണ്. ശരിക്കും പറഞ്ഞത് ഒരു അത്യാവശ്യം വേണ്ട ഒരു അനാലിസിസാണ് SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീക്ക് ഏരിയാസ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള സ്ട്രോങ് ഏരിയയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സ്ട്രെങ്തിനേക്കാൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ മുൻപേ തന്നെ നമ്മൾ വീക്ക് ഏരിയാസ്, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നുള്ളത്, അതിനെ കറക്റ്റ് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും ടൈമിലി സമയോചിതമായിട്ട് ഇടപെട്ട് അതിനെ മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യുകയും ആ വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്താക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഫർദറായിട്ടുള്ള റിസോഴ്സിന് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ട്രെയിനിങ് ആവശ്യമുള്ള ഒരു മേഖലയാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ട ഒരു ഏരിയ ആണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റണമെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. ഇനി പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ബ്രാൻഡിങ് കൂടുതൽ ചെയ്യേണ്ടി വരും. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു വിഷയമാണെങ്കിൽ ക്വാളിറ്റിയെ നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടി വരും നമുക്ക്. അങ്ങനെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കി അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ വൈറ്റലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ബിസിനസ് മാനേജേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ഈ അവയർനെസ് പ്രിസീഡ്സ് ചേഞ്ച് എന്നാണല്ലോ പറയുന്നത്. കാരണം നമ്മൾ മാറുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും അതിനെ പരമാവധി നമ്മൾ വിനിയോഗിക്കുകയും ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ തിരിച്ചറിയുകയും ആ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ ആ അവസരങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുവാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയും സ്ട്രാറ്റജൈസ് ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു അത്യാവശ്യം കൂടെ ഉണ്ട്. പിന്നുള്ളതാണ് ത്രെഡ്സ് എന്ന് പറഞ്ഞത്. ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീക്ക്നെസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം വീക്ക്നെസ്സും ത്രെഡ്സും കൂടെ ഒരുമിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും അത് വലിയൊരു അശുഭകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കും. ത്രെഡ്സ് അലോങ് വിത്ത് വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് അലോങ് വിത്ത് ത്രെഡ്സ്. അപ്പോൾ ബിസിനസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ അവെയറല്ല, അറിയാനുള്ള അവർക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ 4 മേഖലകളിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓൾ ദീസ് ഏരിയാസ് ആർ ടു ബി ഫോക്കസ് വെൽ. ഈ 4 ഏരിയാസിനെയും തീർച്ചയായിട്ടും 1 by 1 ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും അനലൈസ് ചെയ്ത് റെക്ടിഫിക്കേഷനും അല്ലെങ്കിൽ കറക്ഷൻസും ചേഞ്ചും വേണ്ടിടത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിന് കമ്മിറ്റഡ് ആവുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസ് മാനേജറുടെയും അല്ലെങ്കിൽ ഓണ്ടർപ്രണറിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ SWOT അനാലിസിസ് കൃത്യമായി നമ്മൾ ചെയ്യുന്നൊരു ബിസിനസ് എൻ്റർപ്രൈസ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വിജയകരമായിട്ടല്ലെങ്കിൽ വലിയ ഷോക്കുകളൊന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഷോക്കുകൾ ഉണ്ടായാൽ തന്നെ അവർക്കത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ SWOT അനാലിസിസ് ഒരു ഷോക്ക് അബ്സോർബർ കൂടെയാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു ബിസിനസ്സിൻ്റെയും സിസ്റ്റത്തിൽ ഈ SWOT അനാലിസിസ് അവർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് സുഗമമായിട്ട്
മുന്നേറാൻ സാധിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ഗോൾസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ളതിനകത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.